ഞാൻ ഇന്ന് നേരത്തെ ഒരു അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് ഒരു കാര്യമായിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഒരു സിനിമ കണ്ടിട്ട് പോവാം. സമയം ലേറ്റായി പോയാൽ നമുക്ക് പോകാൻ പറ്റില്ല വീടുകളിൽ. ആ പടം കാണാനായിട്ട് നല്ല ഇമ്പമായിരുന്നു. പക്ഷേ ഇനിയായിരിക്കും ഇത് ജനങ്ങൾ തിങ്ങി തിരിഞ്ഞ് കയറണമെന്ന് തോന്നുന്നു. കാണാനൊക്കെ നല്ല ചേലായിരുന്നു. മമ്മൂട്ടി നല്ല ക്വാളിറ്റി ആയിരുന്നു. ഈ പ്രായം ചെന്ന് നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തത് ഇതിൽ വേറുള്ള അഴിമതികളൊന്നുമില്ല. ഒരു അമ്മച്ചി രൂപത്തിൽ നിന്ന് കുപ്പി വളയുകയാണെങ്കിൽ എല്ലാം കൂടി ഇട്ടുകൊണ്ട് മമ്മൂട്ടി പിന്നെ മോഹൻലാൽ ഇത് സുരേഷ് ഗോപിയെ പോലെ വന്ന പയ്യൻ ഇങ്ങനെയൊക്കെ നല്ല ഒരു ഞാൻ ആളെ ഒരുപാട് നിർബന്ധിച്ച് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് വന്നത്. റിവ്യൂവിലൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. അത് കണ്ടിട്ടാണ് ആക്ച്വലി വന്നത്. പടത്തെ കുറിച്ചൊന്നും പറയാൻ പ്രത്യേകിച്ച് നല്ല പടം നല്ല രീതി എടുത്തിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടാലറിയാവുള്ളൂ. ഞാനും അങ്ങനെ പ്രതീക്ഷ പേര് കേട്ടപ്പോൾ ഒരു ഇതായിരുന്നു, സ്റ്റാർട്ടിങ് ഒരു ഇതായിരുന്നു. പക്ഷേ ബൈക്ക് അടിപൊളി സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, അവസാനം കൊള്ളാം, നല്ല മൂവിയാണ്. പക്ഷെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടില്ല പടം. ഞാൻ ഉദ്ദേശിച്ച പോലല്ല. ഞാൻ ആളെ ഒരുപാട് നിർബന്ധിച്ച് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ ഹൈപ്പ് ലെവലിലായിരുന്നു. പക്ഷെ അത്ര ഉദ്ദേശിച്ച രീതിയിലോട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. ബാക്കി പടത്തിൻ്റെ മൊത്തത്തിലൊരു എന്താ പറയുക, എൻ്റെ ചെയ്തേക്കുന്ന ബാക്കി ക്യാമറ സൈഡ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കാര്യങ്ങൾ, മ്യൂസിക് ഒക്കെ സൂപ്പറാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് വന്ന പോലെ ആ ഒരു സംഭവം വന്നിട്ടില്ല. എനിക്ക് ആ സ്റ്റോറി മൊത്തത്തിലൊരു ആവറേജ് സ്റ്റോറിയായിട്ട് തോന്നി. ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് വന്നത്. പക്ഷേ റിവ്യൂവിലൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. അത് കണ്ടിട്ടാണ് ആക്ച്വലി വന്നത്. ഇല്ല, ഞങ്ങൾ വന്ന തിയേറ്ററിൽ ഞങ്ങൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ OD5 OD5 ആണ് കയറിയത്. ഞങ്ങൾ വിചാരിച്ചു ഇത് അത്യാവശ്യം ആളുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഞങ്ങൾ ബൈക്കിലേക്ക് നോക്കിയപ്പോൾ ബൈക്കിൽ ആരുമില്ല. ഞങ്ങൾ ഇരുന്നിടത്ത് ആകെപ്പാടെ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു 15 പേര് കാണും പടം കാണാൻ വേണ്ടിയിട്ട്. അത്ര ഉള്ളായിരുന്നു. ഇല്ല, നമുക്ക് പെട്ടെന്ന് ആക്ച്വലി എന്താ പറയുക, ഇഷ്ടപ്പെടില്ല പടം. നോർമൽ ഒരു ഓഡിയൻസ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, ഉറപ്പാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാമറ വർക്കുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ ഭംഗിയായിട്ട് തോന്നി. പിന്നെ മറ്റേ എന്താ പറയുക, നമ്മുടെ തിരുമാലിയുടെ ഒരു സോങ് പാടിയേക്കുന്ന സോങ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, പുള്ളിക്കാരൻ വരി എഴുതിയേക്കുന്നത്, അതൊക്കെ ഭംഗിയായിട്ട് തോന്നി. അല്ലാതെ എനിക്ക് പടത്തിൽ സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മറ്റേ ഡബ്ബിങ്, ഒരു കുട്ടിക്കൊണ്ട് ഡബ്ബ് ചെയ്തേക്കുന്നതൊക്കെ വളരെ മോശമായിട്ട് തോന്നി. അതായത് ആദ്യം ഒരു ഇൻ്റർവെൽ വരാൻ തോന്നുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അപ്പം ആൾക്ക് വേണ്ടിയിട്ട് ഡബ്ബ് ചെയ്തേക്കുന്നതൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നി. പിന്നെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഒക്കെ സൂപ്പറായിരുന്നു, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ഗോകുൽ സൂപ്പറാണ്, ഗോകുൽ അടിപൊളി. പിന്നെ ഗോകുലിന് എനിക്ക് പ്രത്യേകിച്ച് തോന്നി, ഇന്നലെ ഒരു റിവ്യൂ ആണ് കണ്ടത്, എനിക്കൊന്ന് കോക്കിൻ റിവ്യൂ കണ്ടെന്ന് തോന്നുന്നു. അതിൽ പറഞ്ഞത് ഗോകുലിൻ്റെ ഇതിനു മുമ്പ് ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഗഗനചാരി. അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി വരുന്ന പടങ്ങളൊക്കെ ഗോകുൽ സൂപ്പറായിരിക്കുമെന്ന്. അങ്ങനെയും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേങ്കിൽ ഗോകുൽ കൊള്ളാം. എന്നാലും എന്താ പറയുക, കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ ഗോകുലിന് കൺഫ്യൂഷൻ വരുന്ന ഏരിയസൊക്കെ ഉണ്ട്. അതായത് മമ്മൂട്ടിയെ കാണുന്ന ആ സമയത്തുള്ള ആ ഒരു ഭയവും കാര്യങ്ങളൊക്കെ, അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗോകുൽ കുറേ എന്താ പറയുക എക്സ്പ്രഷൻസൊക്കെ കുറച്ച് ഓവറാക്കുന്നതായിട്ട് തോന്നി. കുറേ ഓവർ എക്സ്പ്രഷൻസൊക്കെ കയ്യിൽ നിന്നിടുന്നതായിട്ട് തോന്നി. അതൊക്കെ ഉള്ളൂ എനിക്ക് തോന്നിയത്. ബാക്കി ഗോകുൽ കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു തോന്നുന്നു. ഫാമിലി ഓഡിയൻസിന് കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടെ കഥ ഇതാകണം. കുറേ ഡബ്ബിങ്ങിൽ കുറേ പോരായ്മകളുണ്ട് തോന്നുന്നു. മമ്മൂട്ടിയും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു സിനിമ. ഞാൻ ഇന്ന് നേരത്തെ ഒരു അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് ഒരു കാര്യമായിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഒരു സിനിമ കണ്ടിട്ട് പോവാം. അത് സമയം ലേറ്റായി പോയാൽ നമുക്ക് പോകാൻ പറ്റില്ല വീടുകളിൽ. ഇത് സമയത്തിന് കൃത്യസമയത്തിന് 1:30 തുടങ്ങി. ആ പടം കാണാനായിട്ട് നല്ല ഇമ്പമായിരുന്നു. നല്ല ഡാൻസും കഥകളും അതിലൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയായിരിക്കും ഇത് ജനങ്ങൾ തിങ്ങി തിരിഞ്ഞ് കയറണമെന്ന് തോന്നുന്നു. പടം കൊള്ളാമല്ലോ, ഇത് അടിപൊളിയായിരുന്നു. ആ പടം കാണാനൊക്കെ നല്ല ചേലായിരുന്നു. പക്ഷേ വേഷത്തിലും ഒരുക്കത്തിലും ഡാൻസുകാരികളും മമ്മൂട്ടി നല്ല ക്വാളിറ്റിയായിരുന്നു. ഇഷ്ടപ്പെട്ടു, നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ഇല്ല, ഈ പ്രായം ചെന്ന് നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തത് ഇതിൽ വേറുള്ള അഴിമതികളൊന്നുമില്ല, അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത്. ഇത് അഴിമതി ഇല്ലാതെ നല്ല കഥാപാത്രങ്ങളായി ഇവർ അഭിനയിച്ചു. ഒരു അമ്മച്ചി രൂപത്തിൽ നിന്ന് കുപ്പി വളയുകയാണെങ്കിൽ എല്ലാം കൂടി ഇട്ടുകൊണ്ട് അമ്മച്ചി നല്ല രീതിക്ക് മമ്മൂട്ടി പിന്നെ മോഹൻലാൽ ഇത് സുരേഷ് ഗോപിയെ പോലെ വന്ന പയ്യൻ ഇങ്ങനെയൊക്കെ നല്ല ഒരു ക്യാരക്ടറായിരുന്നു. കണ്ട് തൃപ്തിയായി. പക്ഷേ ഞങ്ങളിത് സമയത്തിന് ഇത് വിട്ടത് കൊണ്ട് വീടുകളിലെത്താൻ നേരിച്ചു. അയ്യോ, ഇനി ഇതുപോലെ വരണ അവസരത്തിലല്ലേ കാണാൻ പറ്റൂ, അല്ലാതെ കാണാൻ പറ്റില്ല. നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് വരാൻ പറ്റില്ല. അംഗൻവാടി ജീവനക്കാരിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കഥകളെല്ലാം നമുക്കിത് നല്ലവണ്ണം ഇത് കേട്ട് രസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഡാൻസും പാട്ടും പല സമയങ്ങളിലും ഉണ്ടായിരുന്നു. ഈ സുരേഷ് ഗോപിയുടെ ഇതിൽ വന്നില്ലേ, ആ നടൻ നല്ലതുപോലെ ഒരു 2-3 പ്രാവശ്യം പാർട്ടി രൂപീകരിച്ചെങ്കിലും നല്ല രീതിക്ക് അത് എൻഗേജ് ചെയ്ത്. ഞാൻ പഴയ സിനിമയും കണ്ടിട്ടുണ്ട്. അപ്പുറത്ത് തിയേറ്ററുണ്ട്. ഭരണ സമയത്തൊക്കെ അപ്പുറത്ത്
തിയേറ്ററിൽ നിന്ന് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അധികം വരാറില്ല. എന്നാൽ ഇപ്പോഴും 2 പ്രാവശ്യം മോഹൻലാലിൻ്റെ സിനിമ കാണാനും വന്ന് ഇതും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഓടിയെത്തിയത്. കണ്ടു. പഴയ പടത്തിനെക്കാട്ടും മെച്ചമുണ്ട്, പഴയ സിനിമയെക്കാട്ടും. ഞാനും പല സിനിമകളും കണ്ടിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും കൂടുതൽ നമുക്കിത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ത്രില്ലുണ്ട്. ഇനി ഞാൻ പോട്ടെ.